സിന്ദാബാദ്. കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക, മോചിപ്പിക്കുക, മോചിപ്പിക്കുക. പ്രതിഷേധ റാലി സിന്ദാബാദ്. മിഷണറി വേല ചെയ്യും കന്യാസ്ത്രീകളെ റാലി സിന്ദാബാദ്. പ്രതിഷേധ റാലി സിന്ദാബാദ്. പാവപ്പെട്ട കന്യാസ്ത്രീകളെ, പാവപ്പെട്ട കന്യാസ്ത്രീകളെ, പാവപ്പെട്ട കന്യാസ്ത്രീകളെ, പാവപ്പെട്ട കന്യാസ്ത്രീകളെ തുറിങ്കിലടച്ച പോലീസേ, തുറിങ്കിലടച്ച പോലീസേ, തുറിങ്കിലടച്ച പോലീസേ, തുറിങ്കിലടച്ച പോലീസേ, ഛത്തീസ്ഗഡിൻ പോലീസേ, ഛത്തീസ്ഗഡിൻ പോലീസേ, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല, കാലം നിങ്ങൾക്കില്ല. എകെസിസി സിന്ദാബാദ്, എകെസിസി സിന്ദാബാദ്, എകെസിക്കുക, മോചിപ്പിക്കുക, മോചിപ്പിക്കുക, മോചിപ്പിക്കുക. പ്രതിഷേധ റാലി സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്. എകെസിസി സിന്ദാബാദ്, എകെസിസി സിന്ദാബാദ്. ജയ് ജയ് കത്തീഡ്രൽ എകെസിസി. പാവപ്പെട്ട കന്യാസ്ത്രീകളെ, പാവപ്പെട്ട കന്യാസ്ത്രീകളെ, പാവപ്പെട്ട കന്യാസ്ത്രീകളെ, പാവപ്പെട്ട കന്യാസ്ത്രീകളെ തുറിങ്കിലടച്ച പോലീസേ, തുറിങ്കിലടച്ച പോലീസേ, തുറിങ്കിലടച്ച പോലീസേ, തുറിങ്കിലടച്ച പോലീസേ, ഛത്തീസ്ഗഡിൻ പോലീസേ, ഛത്തീസ്ഗഡിൻ പോലീസേ, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല, നിങ്ങൾക്ക് മാപ്പ് തരില്ല, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. പ്രതിഷേധ റാലി സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്, എകെസിസി സിന്ദാബാദ്, എകെസിസി സിന്ദാബാദ്. പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഇന്ന് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും ചെയ്യുകയാണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 കന്യാസ്ത്രീകളെ അകാരണമായിട്ട് തുറുങ്കിലടയ്ക്കുകയും മതപരിവർത്തനം, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് എന്ന പേരിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇത്രയും നീചമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ സമയം വരെയും രക്തയക്കാതെ അത്യന്തം കാടത്തമായിട്ടുള്ള ഒരു സമീപനമാണ് ഛത്തീസ്ഗഡിലെ പോലീസും അവിടുത്തെ വർഗീയ സംഘടനകൾ, ബജരംഗദൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സിസ്റ്റർമാർ നമുക്കറിയാം, അവർ മിഷണറി പ്രവർത്തനം നടത്തുകയാണ്. പാവപ്പെട്ട തൊഴിലാളികളെയും പാവപ്പെട്ട മാനസികമായിട്ടുള്ള വൈകല്യമുള്ളവരെയും അതുപോലെ തന്നെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെ, അതുപോലെ തന്നെ സുഖമില്ലാത്തവരെ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട ആദര ശുശ്രൂഷയും നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് സ്നേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർമാരായിട്ടുള്ള വീതി മേരിയെയും വന്ദന ഫ്രാൻസിസിനെയും നമുക്കറിയാം. കണ്ണൂരിലെ തലശ്ശേരിയിലുള്ള ഇടവകയിലുള്ള സിസ്റ്റർ വന്ദനയെയും അതുപോലെ തന്നെ അങ്കമാലി ഇളവൂർ സ്വദേശിയായിട്ടുള്ള സിസ്റ്ററേയുമാണ് ഇങ്ങനെ തുറുങ്കിലടയ്ക്കാനുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ അലകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ റാലിയും സമ്മേളനവുമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ സെക്രട്ടറി ശ്രീ റോബി കാളിയങ്കരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ലാസർ കുറ്റിയർന്നച്ച, കത്തീഡ്രൽ ട്രസ്റ്റീസ് തോമസ് ഷാജൻ MM, കൊച്ചന്മാരായ ആന്റണി അച്ച, ഓശനച്ച, ബഹുമാന പ്രസിഡന്റ് ശ്രീ സാബു കൂനൻ, യുവ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം ഛത്തീസ്ഗഡിൽ മനുഷ്യ കച്ചവടവും അതുപോലെ തന്നെ മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട്
സിസ്റ്റർ വന്ദനയെയും അതുപോലെ സിസ്റ്റർ പ്രീതി മേരിയെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുകയാണ്. സിസ്റ്റർ വന്ദനയ്ക്കും അതുപോലെ തന്നെ സിസ്റ്റർ പ്രീതി മേരിക്കും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തീഡ്രൽ AKCC ഇന്ന് ഇവിടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ബഹുമാനപ്പെട്ട നാസർ കുറ്റിക്കാരനച്ചന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ ആശംസ പ്രസംഗങ്ങൾ പറയാനായിട്ട് കച്ചച്ചൻ ശ്രീ ആന്റണി അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്റ്റിൻ അച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട്. ആന്റണി അച്ഛനും ഓസ്റ്റിൻ അച്ഛനെ യുഗമായി സ്വാഗതം ചെയ്തിരുന്നു. ആൻഡോ തച്ചിലച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തച്ചിലച്ഛനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സാബു പൂനനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ആശംസ പ്രസംഗം അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൈക്കാരന്മാരായ ശ്രീ തോമസ് കോലത്തിനെയും അതുപോലെ തന്നെ MM ഷാജിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ മൈക്ക് വിചാരിച്ചും കൊള്ളുന്നു. ഈ പ്രതിഷേധ റാലിയുടെ പൊതുസമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി മേരി റവറൻഡ് ഡോക്ടർ നാസർ കുറ്റിക്കാടൻ സംസാരിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ആൻഡ്രോ തച്ചിലച്ഛ, പ്രിയം നിറഞ്ഞ ഓസ്റ്റിൻ പാറക്കലച്ഛ, ആന്റണി നമ്പളച്ച, ആദരണീയരായിട്ടുള്ള പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവകയുടെ കൈക്കാരന്മാരായ മിസ്റ്റർ തോമസ് തൊഗലത്ത്, ശ്രീ അഡ്വക്കേറ്റ് MM ഷാജു പണിക്കത്ത് വർമ്മൻ, മറ്റ് സാബു ചെറിയാടൻ കൈക്കാരൻ, AKCC പ്രസിഡന്റ് സാബു കൂനൻ, മറ്റ് ഭാരവാഹികളെ, ടെൽസൺ കോട്ടോളി, അഡ്വക്കേറ്റ് ജോളി, മറ്റ് പ്രിയ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഈ സന്ധ്യാനേരത്ത് മാർത്തോമാ ശ്ലീഹായുടെ നടയിൽ ഒരുമിച്ച് കൂടാനുള്ള വളരെ ലളിതമായ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാവുന്നത് ഇപ്രകാരമാണെന്നാണ് എൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു ചിന്ത. ഞാൻ ക്രൈസ്തവരായ മാമോദീസ മുങ്ങിയ 2 സഹോദരന്മാരെയും കൂട്ടി നമ്മുടെ ഡാണാവിലൂടെ നടന്നു നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഡാണാവിൽ വന്നിറങ്ങുന്ന ബസ്സിൽ നിന്ന് 2 ക്രൈസ്തവ സഹോദരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുമ്പോൾ, അവിടെയുള്ള ജനങ്ങൾ ഒന്നു ചേർന്ന് എന്നെയും ആ 2 ക്രൈസ്തവ സഹോദരങ്ങളെയും ചോദ്യം ചെയ്യുകയും പീഡിപ്പിക്കുകയും ശാരീരികമായി മർദ്ദിക്കുകയും മാനസികമായി അപകടപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം ഇവിടെ സംജാതമായാൽ നമ്മുടെ നാടിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ രൂപമെന്ത്, അതിൻ്റെ അവസ്ഥയെന്ത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? ഇന്ന് നമ്മുടെ കേരളത്തിലെല്ലാ ഭാഗനും ലോകം മുഴുവനും തന്നെ കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം നടത്താനുള്ള അവകാശം ഉച്ചൈസ്തരം നമ്മൾ ഘോഷിക്കുകയും നിയമപരമായി അടക്കുകയും ചെയ്യുകയാണ്. മനുഷ്യരെ തിന്ന് തീർക്കുന്ന കാട്ടുമൃഗങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവസരം കൊടുക്കുന്ന നമ്മുടെ രാജ്യം, മനുഷ്യനായി പിറന്നതിന്റെ പേരിൽ, ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഇവിടെ ജീവിക്കാനാവുകയില്ല, സമൂഹത്തിൽ നടക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന ചില സംവിധാനങ്ങളെ, ചില സംഘടനകളെ നമ്മൾ പരസ്യമായിട്ട് അപലപിക്കുകയല്ല വേണ്ടത്, സമൂഹത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയാണ് വേണ്ടത്. ഇത് ആന്റി നാഷണലിസം എന്ന് CBCIയുടെ റെപ്രസെന്റേറ്റീവ് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ആന്റി നാഷണലിസം എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹികളാണവർ. രാജ്യദ്രോഹികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ
നിയമങ്ങളെ, രാജ്യത്തെ പരിരക്ഷിക്കുന്ന നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രവണത ആര് തന്നെ ഉൾക്കൊണ്ടാലും, ആര് തന്നെ അതിനെ പിന്തുടർന്നാലും അവർ നമുക്ക് ഈ രാജ്യത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവിടെ ഉണ്ടായത് എന്താണ്? ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ 2 സിസ്റ്റേഴ്സ്, ഈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റേഴ്സ്, സഹോദരികള്, സ്വന്തം അമ്മയുടെ ഉദരം പങ്കുചേർന്നവരാണ് സഹോദരികള്. അതുകൊണ്ടാണ് സഹ ഉദരത്തിന്റെ ഭാഗമാണവര്. ഞാൻ ജനിച്ച അതേ ഉദരത്തിൽ തന്നെയാണ് ഈ സിസ്റ്റേഴ്സ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ സഹോദരികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ 2 സഹോദരികള് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ 2 ചെറുപ്പക്കാരികൾക്ക് അവരുടെ സ്ഥാപനത്തിൽ പട്ടിണി അനുഭവിക്കുന്ന കുടുംബത്തിന് രക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ, ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിച്ച് സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിലുള്ള ആളുകൾ ഒന്നു ചേർന്ന് അവരെ ചോദ്യം ചെയ്യുന്നത്, ഇവിടെ നിങ്ങളുടെ എന്താണ് പാസ്, റെയിൽവേ പ്ലാറ്റ്ഫോം പാസ് എവിടെ? ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യം തന്നെ പ്രസക്തമാണ്, അപ്രധാനമാണ്. കാരണം അവർ യാത്ര ചെയ്തു വന്ന ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള അനുവാദം, ഗവൺമെന്റ് കൊടുക്കുന്ന അനുവാദത്തിന്റെ ടിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ പാസിന്റെ ആവശ്യമില്ല. പിന്നെ അത് ചോദ്യം ചെയ്യുന്നത് എന്തിനാ? ചോദ്യം ചെയ്യുന്നത് ആരാണ്? റെയിൽവേ ഉദ്യോഗസ്ഥരാണ്. റെയിൽവേ ഉദ്യോഗസ്ഥർ അത് ചോദ്യം ചെയ്ത് അത് ഇല്ല എന്ന് കാണിക്കുന്നു. ഇവർ ടിക്കറ്റ് കാണിക്കുന്നുണ്ട്. അതവർക്ക് പ്രശ്നമല്ല. അത്രേ പ്രായപൂർത്തികളായിട്ടുള്ള പെൺകുട്ടികളാണവർ. അവരുടെ ആധാർ കാർഡ് കയ്യിലുണ്ട്. ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ഞങ്ങൾ ഈ ഭാരതീയരാണ്, ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഏതൊരു മനുഷ്യനും അനുവദിച്ചിട്ടുള്ള രീതിയിൽ ചരിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഇതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താ? അതിന്റെ പുറകില് ഏതോ വർഗീയവാദികള് കൃത്യമായി ചിട്ടപ്പെടുത്തിയ നാടകം അവിടെ അഭിനയിപ്പിക്കുക, എന്നിട്ട് ആടിനെ പിടിച്ച് പട്ടിയാക്കുക, നല്ല മനുഷ്യരെ പിടിച്ച് ചീത്ത മനുഷ്യരാക്കുക, ജീവിതം മുഴുവനും മാറ്റിവെച്ച് രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ജീവൻ മുഴുവനും മാറ്റിവെക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കുക, പരിഹസിക്കുക. ഇവിടെ സ്ത്രീത്വത്തിന് സ്ഥാനമില്ലേ? അവരും സ്ത്രീകളല്ലേ? സ്ത്രീകൾക്ക് ആദരവ് കൊടുക്കണ്ടേ? ഇവിടെ നമ്മുടെ വനിതാ വിഭാഗങ്ങളൊക്കെ എവിടെയാ? വനിതാ നിയമ സംവിധാനങ്ങളൊക്കെ എവിടെയാ? അതിലൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിസ്റ്റേഴ്സിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവരെ ഉടനെ തന്നെ പോലീസിനെ വരുത്തി ബജ്റംഗ് ദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന കരുതിക്കൂട്ടി ക്രൈസ്തവ വിശ്വാസത്തെയും സംസ്കാരത്തെയും തകർക്കുന്നതിന് വേണ്ടി, പരിഹസിക്കുന്നതിന് വേണ്ടി, അല്ല ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത പ്രവൃത്തിയാണത്. ഇത് ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കാനാകില്ല. ബോധമുള്ള ബുദ്ധിയുള്ള ഒരു പൗരനും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ കുടുംബത്തിന്റെയും ഇരിഞ്ഞാലക്കുട പൗരാവലിയുടെയും ഇരിഞ്ഞാലക്കുട ദേശത്തുള്ള നല്ലവരായ എല്ലാ മനുഷ്യരുടെയും പേരില് അറിയിക്കുകയാണ് ഭരണ സംവിധാനങ്ങൾ. ഇതിനൊരു മറുപടി ഒട്ടും സമയം കളയാതെ എത്രയും വേഗം കണ്ടുപിടിച്ച് നടപ്പിലാക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഭരണാധികാരികള് അത് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. നമ്മുടെ ഭരണാധികാരികളുടെ സുബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും മുൻപോട്ട് പോകുക. ആയതിനാൽ ഞാൻ ഈ പ്രതിഷേധ സ്വരം ഇവിടെ അറിയിക്കുകയും സിസ്റ്റേഴ്സിന് പുറം സംസ്ഥാനങ്ങളിൽ പോയി വീടും കുടുംബവും നാടും വിട്ട് ഉപേക്ഷിച്ച്
അവിടെയുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതം ചെലവിടുന്ന സിസ്റ്റേഴ്സിന് അവരുടെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ വിട്ടുകൊടുക്കണം എത്രയും വേഗം. അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കുറ്റത്തിൽ നിന്ന് വിമുക്തരാക്കി വീണ്ടും അവരുടെ ജോലികൾ ചെയ്യാൻ അനുവദിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവം ഗവൺമെന്റിനോട്, അധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു അധികാരിച്ച. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരവധി പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ സുധീരനായിട്ടുള്ള പ്രസിഡന്റ്, 20ഓളം അംഗങ്ങളെ വെടിതെറ്റാതെ ഒരു മാലയായി കോർത്തിടാൻ പിറന്ന കനകനൂലിനെ പോലെയുള്ള സുധീരനായിട്ടുള്ള ഞങ്ങളുടെ പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷ പ്രസംഗം നടത്തി സംസാരിക്കും. എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛ, കൊച്ചന്മാരെ, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, പള്ളി ട്രസ്റ്റി അംഗങ്ങളെ, കത്തീഡ്രൽ AKCC കുടുംബാംഗങ്ങളെ, ഇടവക ജനമെ, മറ്റു സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ നമ്മളുടെ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച വികാരി അച്ഛൻ വിവിധ കാര്യങ്ങളെല്ലാം ഇതിനെപ്പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ ടെൽസൺ കോട്ടോളിയും സംസാരിച്ചതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്. സിസ്റ്റേഴ്സ്, ഇപ്പോൾ 2 സിസ്റ്റേഴ്സിനാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ഇനി കാലം വരും തോറും ഇത് കൂടുതൽ സിസ്റ്റേഴ്സിലേക്കും മറ്റുള്ള ക്രിസ്തീയ സമൂഹത്തോടും ഇത് ചെയ്തു എന്ന് വരാം. ഇപ്പോൾ തന്നെ നമ്മൾ ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ ഇത് വലിയൊരു ദുരിതത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയുകയാണ്. ക്രൈസ്തവ സമൂഹത്തോടും സമർപ്പിതരോടും പുരോഹിതരോടും ഇന്ന് ചെയ്യുന്ന അക്രമങ്ങൾ കുറച്ചൊന്നുമല്ല. ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കണം. എല്ലാ സംഘടനകളും ഇതിനെതിരെ ശബ്ദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഇന്ന് തന്നെ ഇത് ചെയ്യുന്ന വരും ദിവസങ്ങളിൽ ഇനി ഈ സിസ്റ്റേഴ്സിനെ വിട്ടയച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തിയോടെ തന്നെ ഇതിനുള്ള പ്രസ്താവനകൾ ഇറക്കും. അതുപോലെ തന്നെ സമര നടപടികൾ തുടർന്നുണ്ടാകും എന്ന് പറയുകയാണ്. ഈ സിസ്റ്റേഴ്സ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് ഇവർക്കെതിരെ മൊഴിമാറ്റം നടത്താൻ ശ്രമിക്കുകയാണ്. 3 പെൺകുട്ടികളാണ് ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. ഇവര് സ്വമേധയാ സമ്മതിച്ച് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ വേണ്ടിയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവരെ പീഡിപ്പിച്ചുകൊണ്ട് മൊഴിമാറ്റം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മൊഴിമാറ്റം നടത്തി ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്താൽ 10 വർഷം തടവ് ശിക്ഷ കിട്ടുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നത്. സമർപ്പിതർ എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അവർക്ക് ചോദിക്കാനായിട്ട് ആരും ഇല്ല എന്ന് കരുതരുത്. നമ്മൾ ക്രിസ്തീയ സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി ശബ്ദിക്കണം എന്ന് തന്നെയാണ് AKCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇരിങ്ങാലക്കുട കത്തീഡ്രൽ AKCC ഇരിങ്ങാലക്കുട രൂപത തന്നെ ഇതിനെല്ലാം സംഘടിച്ച് ഒരു വലിയ ശക്തിയായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഒരു സമരം തന്നെ ഇതിനു വേണ്ടി നടത്തണം. അവരെ വിട്ടുകിട്ടും വരെ, അവരുടെ കുറ്റകൃത്യങ്ങൾ പിൻവലിച്ച് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നവരെ ഈ പ്രതിഷേധ റാലി അല്ലെങ്കിൽ ഈ പ്രതിഷേധ ധർണ ഇത് തുടർന്നും അവരെ വിട്ടുകിട്ടുന്നവരെ ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതൊരു സൂചനാ സമരമാണ്. ഈ സൂചന കണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയുടെ ട്രസ്റ്റിയും പഞ്ചായത്ത് അംഗമൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ തോമസ് തകലത്ത്, കത്തോലിക്ക കോൺഗ്രസിൽ അംഗം കൂടിയായിട്ടുള്ള ശ്രീ തോമസ് തകലത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. ഇപ്പോൾ നടന്ന കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ പ്രൊഫസർ നാസർ കുട്ടിക്കാരൻ, അതുപോലെ തന്നെ ആൻഡ്രോ കച്ചിലച്ചൻ, ഏറ്റവും സ്നേഹനിധികളായ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ കൊച്ചന്മാരായ ഓസ്റ്റനച്ചൻ, ആന്റണിയച്ചൻ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ സാബു കൂനൻ, അതുപോലെ തന്നെ ഭാരവാഹികളെ നല്ലവരായ നാട്ടുകാരെ, നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ
നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തെ അടിച്ചമർത്തുന്ന പ്രവണത കുറച്ചു കാലങ്ങളായി കണ്ടുവരികയാണ്. ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ TTR അവിടുത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ അവരെ കൂടെയുള്ള 19-നും 22-നും ഇടയിലുള്ള 3 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും ചോദ്യം ചെയ്യുകയും ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ഒരു സംഘടനയെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ആൾക്കൂട്ട വിചാരണ ചെയ്തുകൊണ്ട് അവരെ സമാന്തര ചോദ്യം ചെയ്യൽ, അത് കഴിഞ്ഞ് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ രാജ്യത്തെ നീതിന്യായ സംഹിതയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ കോടതിയും പോലീസും ഒന്നുമില്ല എന്ന ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പല സംഘടനകളും ക്രൈസ്തവ സമൂഹത്തെ അടിച്ചമർത്തുന്നത്. നമുക്കവിടെ ക്രൈസ്തവ മിഷണറിമാരെ നമുക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മണിപ്പൂരിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ. എന്തായാലും ഇതിനെതിരെ ശക്തമായി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തെ എല്ലാ ക്രിസ്ത്യാനികളും ഇതിനെതിരെ ശക്തമായി അപലപിക്കും. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഇവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ സന്യാസികളെ ഉടൻ തന്നെ വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ക്രൈസ്റ്റ്. ഈ പ്രതിഷേധ റാലിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മികച്ച സംഘാടകനും കത്തീഡ്രൽ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയുമായിട്ടുള്ള ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ലാസറച്ച, മാമ്പച്ച, ആന്റണിയച്ച, കത്തീഡ്രൽ ഇടവകയുടെ കൈക്കാരന്മാർ, AKCC സംഘടനയുടെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ഇന്ത്യ എന്റെ രാജ്യമാണ്, ഓരോ ഇന്ത്യക്കാരനും എന്റെ സഹോദരന്മാരെന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയും പഠിക്കുമ്പോൾ ഭരണഘടനയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ പഠിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആക്ടുകളിൽ ഇഷ്ടമുള്ള മതം സ്വന്തമാക്കാനും ആ മതം പ്രഖ്യാപിക്കുവാനും അതിൽ വിശ്വസിക്കുവാനും അവകാശം നൽകുന്ന ഈ രാജ്യത്ത് നമ്മൾ വിശ്വസിക്കുന്ന മതത്തിന്റെ പേരിൽ, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ ജയിലഴിക്കലിലേക്ക് എറിയപ്പെടുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ മുമ്പിൽ നമ്മൾ നിന്നുകൊണ്ട് ഈ ദേവാലയ നടയിൽ ഒരുമിച്ച് കൂടുന്ന ഈ ദേവാലയ നടയുടെ മുമ്പിൽ ഒരു പ്രതിഷേധ റാലിക്ക് വേണ്ടി ഒരുമിച്ച് കൂടേണ്ട ഗതികേട് വന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പ്രാർത്ഥനയുടെ ഒരു പ്രതിഷേധത്തിനൊരായി മാറിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ഭരണാധികാരികൾ ഭരണഘടനയ്ക്ക് നേരെ അവരുടെ അധികാരം കൊടുക്കുന്നതിന് അവരുടെ കടന്നുകയറ്റം, ഒരു സത്യം ആളുകളുടെ കടന്നുകയറ്റം അനുവദിക്കുന്നതിന്റെ സൂചന കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങ് മണിപ്പൂരിലല്ലേ, അങ്ങ് ഡൽഹിയിലല്ലേ, അങ്ങ് ഛത്തീസ്ഗഡിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ നാള് മൗനം അവലംബിച്ചിരുന്ന നമ്മൾ ഇന്ന് സ്വരം ഉയർത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഈ ഒരു പ്രതിഷേധം, ഈ ഒരു രീതിയിലുള്ള പെരുമാറ്റം നാളെ നമ്മുടെ വീടിന്റെ മുമ്പിലും നമ്മുടെ മുറ്റത്തേക്കും കടന്നു വരുമെന്ന ചിന്തയാണ് നമ്മളോട് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഈ ഓർമ്മപ്പെടുത്തല് AKCC ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറെ സ്നേഹത്തോടുകൂടി AKCCയുടെ ഈ ഒരു പ്രതിഷേധത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തില് വിശ്വാസത്തിനിടയിലുള്ള കടന്നുകയറ്റങ്ങൾ നമ്മൾ ഒരുമിച്ച് നേരിടാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രതിഷേധ റാലിക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വനിതാ ശബ്ദം നമ്മളുടെ ആരാധന സന്യാസ സമൂഹത്തിലെ മദർ സിസ്റ്ററായിട്ടുള്ള സിസ്റ്റർ റോസറിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. വലിയ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കടനച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, AKCC പ്രസിഡന്റ് സാബു, മറ്റുള്ള എല്ലാ ഭാരവാഹികൾക്കും അഭിവാദനം. നമ്മുടെ ഛത്തീസ്ഗഡിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം അവരെയും അതീവമായി ദുഃഖത്തിലാഴ്ത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സിസ്റ്റേഴ്സിനോട്
സ്നേഹപൂർവ്വം അനുഭാവം പ്രകടിപ്പിച്ച് എത്രയും വേഗം അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നും കത്തോലിക്കരായ നമുക്കെല്ലാവർക്കും അർഹതപ്പെട്ട നീതി നടപ്പിലാക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം തളരില്ലെന്നും ഈ കൈകൾ താഴില്ലെന്നും ഈ കാലുകൾ ഇടറില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊരു സൂചനയാണ്. ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നുള്ള ശക്തമായിട്ടുള്ള താക്കീത് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും സമാപിക്കുകയാണ്. ഏവർക്കും നന്ദി അറിയിക്കുന്നതിനായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഷാജു കണ്ടകുളം. സ്നേഹം നിറഞ്ഞ വെച്ച KKCC പ്രസിഡന്റ് സാബു കൂനൻ, അവസ്ഥ കളിക്കാരന്മാരെ, മറ്റു ഭാരവാഹികളെ, എന്തുകൊണ്ടാണ് ഇന്ന് ഈ KKCC സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ റാലിയും ധർണയും നടക്കാനുണ്ടായ സാഹചര്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ എനിക്ക് മുന്നേ പ്രസംഗിച്ചവർ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞു. എങ്കിലും ഒരു 2 വാക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മതേതര ഇന്ത്യയുടെ നെഞ്ചിൽ കത്തിയിറക്കിയ ഒരു സംഭവമാണ്, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇന്നലെ നടന്നത്. മതേതര ഇന്ത്യക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു കറുത്ത ദിനമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ സന്യാസ സമൂഹത്തിൽപ്പെട്ട സിസ്റ്റർ ബന്ധനിക്കുന്നവരെയും പ്രീതിക്കുന്നവരെയും ഉണ്ടായ ഈ സംഭവം. അത് ഇന്നലെയും തുടങ്ങിയല്ല. ഈ കഴിഞ്ഞ മാസക്കാലം ഒറീസയിലെ ജബൽപൂരിലെ വൈദ്യുതിന് നേരെ ഉണ്ടായി. അതിന് മുൻപ് മണിപ്പൂര് അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രത്യേക ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വൈദികർക്കുനേരെയും സന്യാസികർക്കുനേരെയും നടക്കുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വേറെ ഒരു വലിയൊരു അജണ്ട ഇതിന്റെ തന്നെ പിന്നിലുണ്ട് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടും ഇതേവരെ ശക്തമായി പ്രതിഷേധവുമായി എല്ലാ ക്രൈസ്തവ സംഘടനകളും രംഗത്തിറങ്ങണം. ഇന്ന് KKCC ഇതിനെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ ചാലക്കുടിയിലും തൃശ്ശൂർ അതിരൂപതയിലും ഇന്ന് കേരളത്തിലെ പല പള്ളികളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണ നേതൃത്വം അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണവർഗം ഈ പാവപ്പെട്ട ഹോസ്റ്റേഴ്സിനെ വിട്ടായി ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാനത് നിരൂപിക്കുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ഞങ്ങളുടെ KKCCയുടെ യൂണിറ്റ് ഡയറക്ടറുമായ ഡോക്ടർ ലാസർ കുട്ടിക്കാരനച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന്റെ KKCCയുടെ പ്രസിഡന്റും ശ്രീ സാബു കൂനൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നൊരു ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ ഓസ്നേച്ചൻ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൈക്കാരനായിട്ടുള്ള ശ്രീ തോമസ് തേലത്ത്, അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച സിസ്റ്റർ റോസി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, എല്ലാ ഇടവാംഗങ്ങളെയും ജനങ്ങളെയും യൂണിറ്റ് പ്രസിഡന്റുമാരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കന്യാസ്ത്രീകളെ, തുറങ്കിലടച്ച പോലീസ്, പോലീസ്, കാലം നിങ്ങൾക്ക് മാറ്റാം, കാലം നിങ്ങൾക്ക് മാറ്റുക. പ്രതിഷേധ റാലി സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്. കുറ്റമൊന്നും ചെയ്യാതെ ജയിലടച്ച കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക. പ്രതിഷേധ റാലി KKCC സിന്ദാബാദ്.